പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും മാത്രമല്ല വിജയരാഘവന്റെ മുന്നിലും പിന്നിലും ഉള്ളതും വർഗീയ ശക്തികൾ തന്നെയാണ്. പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലല്ലോ. എന്താ ഇപ്പോ ഒരു വെളിപാട് വിജയരാഘവന് തോന്നാൻ കാരണം? ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. വർഗീയ ശക്തികളാണ് അവരുടെ ആകെയുള്ള കൈമുതൽ. വിജയരാഘവന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും PDPയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി LDFും UDFും അവരവരുടെ സൗകര്യം അനുസരിച്ച് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം നടത്തുക. വിജയരാഘവൻ ഇങ്ങനെ ഒരു വെടിയിപ്പ് പൊട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ജനപിന്തുണ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായി. അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ വെടികൾ പൊട്ടിക്കും. പക്ഷെ പാർട്ടിക്കകത്തെ ആളുകൾ അത് സമ്മതിച്ചു കൊടുക്കില്ല. ഇപ്പോ മെക്സവനെതിരായിട്ട് വലിയ പ്രചാരണം CPM നടത്തി. മെക്സവൻ വ്യായാമ കൂട്ടായ്മ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഉപോൽപ്പന്നമാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അതിന് ലഭിക്കുന്നു. 72 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പറഞ്ഞ ആൾ വിഴുങ്ങിപ്പോയി. എന്താ കാരണം? മുഹമ്മദ് റിയാസും സംഘവും എല്ലാം ചേർന്ന് ആ പറഞ്ഞ ആൾക്കെതിരായിട്ട് ശക്തമായ നില സ്വീകരിച്ചു. ഞങ്ങള് ഇപ്പോ കുറച്ച് മതനിരപേക്ഷത ചൂണ്ടിക്കാണിക്കുന്നതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും വിജയിക്കില്ല. CPMന് ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. ഭൂരിപക്ഷ സമുദായത്തെ വഞ്ചിക്കാനുള്ള ഒരു കുറുക്കൻ തന്ത്രം മാത്രമാണിത്.